കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏട്ടൻ ഇതുവരെ ഏട്ടത്തി എന്താ മനസ്സിലാക്കാത്തത്? അതുപോലൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടാൻ ഏട്ടൻ ഇനി 7 ജന്മം ജനിക്കണം. ഏതോ മുജ്ജന്മത്തിൽ ഏട്ടൻ ചെയ്ത പുണ്യം ഈ ജന്മത്തിൽ ഏട്ടത്തി ഭാര്യയായിട്ട് വന്നത്. ആ നന്മയാ ഏട്ടൻ ഈ പടിയിറക്കി വിട്ടത്. അതുകൊണ്ട് ഏട്ടാ, ഞാൻ ഏട്ടന്റെ കാല് പിടിച്ചു പറയുക, ഏട്ടത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അമ്മ എന്താ ഏട്ടത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അമ്മയ്ക്കറിയാം ഏട്ടന്റെ ഭാര്യയായി ഏട്ടത്തെ പോലെ മറ്റൊരാൾ ഈ ഭൂമിയിൽ ഇല്ലെന്ന്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ആരെയും ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പോയാ ഈ വീടൊരു ഭ്രാന്താലയമായി മാറും. ഏട്ടാ, നോ, എനിക്കൊന്നും കേൾക്കണ്ട. ഈ സംസാരം ഇവിടെ നിർത്താം. മേലിൽ ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ ഹിറ്റ്ലറെ? ഒരു ഭാര്യ എന്ന് പറഞ്ഞാ വെറും ഒരു സാധനം മാത്രല്ലെന്ന്. ഓ, അതാണോ? ഇത്രയ്ക്കങ്ങ് സ്വയം പുകഴ്ത്താൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അല്ല, നിങ്ങൾക്കൊരു അപകടം വന്നപ്പോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നിങ്ങൾ ആ പരിസരത്ത് വല്ലതും കാണോ ഹിറ്റ്ലറെ? അതിന് നിനക്ക് എന്തെങ്കിലും അപകടം പറ്റട്ടെ, അപ്പൊ നോക്കാം. ഹലോ, എന്താ കുശിനിക്കാരെ ഒരു ടെൻഷൻ? ഓൺലൈനിലുണ്ടല്ലോ. എന്തു പറ്റി ചേച്ചി? കട്ടിലിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? സോഫയിൽ കിടന്നല്ലേ ഉറക്കം വരും. ഒന്ന് പോയ അവിടുന്ന്. വലിയ ശല്യായല്ലോ. അല്ല, എവിടെ പോ? ഈ ദേഷ്യത്തിന്റെ കാരണം വേറെയാ. ഈ ബേക്കറിക്കാർ കാരണം ഉറക്കം പോലും പോയി. തിരിഞ്ഞ
ഒഴിഞ്ഞു കിടന്നാലും മറിഞ്ഞു കിടന്നാലും മനസ്സിൽ തെളിയുന്ന അവളുടെ പരമോന്തയാ. എന്തിനാണ് ഈ ബേക്കറിക്കാരി മനസ്സമാധാനം കളയാനായിട്ട് എന്റെ ലൈഫിലേക്ക് കയറി വന്നത്? അവളുടെ നോട്ടം കണ്ടില്ലേ? മോന്തയടക്കം ഒറ്റെണ്ണം വെച്ചു കൊടുക്കണം. ഇഡിയറ്റ്. Wife is life. No wife, no life. ഹിറ്റ്ലറുടെ ലൈഫ് ഇന്നു മുതൽ മിസ്സസ് ഹിറ്റ്ലറുടെ കൈകളിലാണ്. നീ വേണം ഇനി ഇവനെ കൺട്രോൾ ചെയ്യാൻ. ഡികെയുടെ ഉറക്കം പോയി. അമ്മ വാട്ട് ബേട്ടി, എന്താ പതിവില്ലാതെ നൈറ്റിലെ എന്റെ മുറിയിലേക്ക് ഒരു വിസിറ്റിംഗ്? അമ്മ ഇപ്പൊ എന്റെ കൂടെ മുകളിലേക്ക് വന്നാ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച. വാട്ട് ബ്യൂട്ടിഫുൾ കാഴ്ച മൈ ബേട്ടി? അമ്മയുടെ ഗ്രേറ്റ് സൺ ദേ ഉറക്കമില്ലാതെ തെക്കോട്ടും വടക്കോട്ടും ബാൽക്കണിയിൽ ഇറങ്ങി നടക്കുന്നു. വെരി ഗുഡ്. അവൻ അങ്ങനെ തന്നെ വേണം. പോകാൻ നേരത്തെ അവൻ അവളോടൊരു സിംഗിൾ വേർഡ് പറഞ്ഞില്ല ബേട്ടി. ഞാനത് മനസ്സിൽ വിചാരിച്ചു അവനത് പറയുന്നു. അവന്റെ വൈഫല്ലേ, ഒരു ഹസ്ബൻഡിന്റെ പവറോടെ അവളോട് പോകരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവള് പോവില്ലായിരുന്നു. അമ്മേ, ഇത് ജ്യോതി പോയതിന്റെ ടെൻഷൻ തന്നെ. ഒരു വർഷം കൂടെ കഴിഞ്ഞ ഭാര്യയല്ലേ, പെട്ടെന്നൊരു ദിവസം ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആർക്കാ സഹിക്കാൻ പറ്റുന്ന? ഡികെക്ക് ജ്യോതിയുടെ സ്നേഹം ഇല്ലഞ്ഞിട്ടൊന്നും അല്ല അമ്മേ. സുപ്രിയന്റിയെ മറക്കാൻ പറ്റാഞ്ഞിട്ടുള്ള സങ്കടം കൊണ്ടായിരിക്കും ജ്യോതിയെ സ്നേഹിക്കാത്തത്. അമ്മ വാ, എന്നിട്ടൊന്ന് ചോദിക്കും എന്തു പറ്റിയെന്ന്. നോ, ഐ നോ വെൽക്കം. വൈഫ് പോയതിന്റെ വേദന അവൻ അറിയണം. ഇവൻ ഇത്രയ്ക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജ്യോതിമോൾക്ക് എത്ര സങ്കടം ഉണ്ടായിരിക്കും. നേരം വെളുക്കും വരെ അവൻ ലെഫ്റ്റ് റൈറ്റ് നടക്കട്ടെ. എനിക്ക് അവന്റെ സങ്കടം കാണണ്ട. യു ഗോ ആൻഡ് സ്ലീപ്. അമ്മ ഓ വച്ചേ, പോയി കിടന്ന് ഉറങ്ങ. പാവം ജ്യോതിമോള്, മൈ ലിറ്റിൽ കണ്ണ, ആ പാവത്തിനെ ഇനിയെങ്കിലും സങ്കടപ്പെടുത്തല്ലേ.
എന്താ കൃഷ്ണ ഗുരുവായൂരപ്പ. ചേച്ചിക്ക് എരിപൊരി സഞ്ചാരം തുടങ്ങി. ഇനി ചേച്ചിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ചേച്ചിക്ക് ഡിക്കയോടൊരു കടലോളം സ്നേഹം ഉള്ളിലുണ്ട്, അതുറപ്പ. ഡിക്കയുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും എന്തോ. എനിക്കൊന്നും വേണ്ട. വന്നതുപോലെ തന്നെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോവും. എന്റെ കാൽപാദത്തിൽ പറ്റുന്ന മൺതരി പോലും ഈ അമരാവതിയിൽ നിന്നും ഞാൻ കൊണ്ടുപോവില്ല ഹിറ്റ്ലറെ. പക്ഷെ ദാ ഇത് നിങ്ങൾ ഒരിക്കൽ എനിക്ക് സമ്മാനമായിട്ട് വാങ്ങിത്തന്ന സാരിയാ. ഒരു വർഷം നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം. നഷ്ടപരിഹാരമായിട്ട് ഇത് മാത്രം മതി എനിക്ക്. ഇപ്പൊ ഇത് തന്നെ ആയിരിക്കും. പ്രിയനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ ചിത്രേച്ചി. ഇവിടെ ഞാനൊരു കാഴ്ച കുറച്ച് നേരായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അത് പറയാനാ വിളിച്ച. ആ, കുറച്ചു നേരമായിട്ട് ഇവിടെ ഒരാൾ ഉറക്കമില്ലാതെ മുറ്റത്തിങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്ക. ആണോ? ഇവിടെ ഡിക്കയുടെ അവസ്ഥ അത് തന്നെയാ. ഡിക്ക് ബാൽക്കണിയിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, രണ്ടുപേരുടെ ഉള്ളില് പിരിയാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. പിന്നില്ലാതെ വരുവോ? ഒരു മുറിക്കുള്ളിൽ ഒരു കൊല്ലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ. ഒരു ദിവസം പെട്ടെന്ന് മുറിക്കുള്ളിൽ ആളില്ലാതെ വരുമ്പോ ഏട്ടനും അത് സഹിക്കാൻ പറ്റില്ല. കറക്റ്റ്. വഴക്കും ബഹളമൊക്കെ ആയിട്ട് ജീവിച്ചാലും ജ്യോതിക്ക് ഒരു ദിവസം പോലും ഡിക്കെ വിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഡിക്കെ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാത്തതിന്റെ ദേഷ്യത്തിലാ ജ്യോതി പലപ്പോഴും വഴക്കുണ്ടാക്കുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ പറയും. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുപ്രിയ എടുത്തിയല്ലേ? ആയിരുന്നു. പക്ഷേ അതിലിപ്പോ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. സത്യമാണോ ചിത്രേച്ചി? 100% അത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. സുപ്രിയന്റെ മറക്കാൻ ഡികെക്ക് പറ്റില്ല എന്നുള്ളത് സത്യ.
പക്ഷേ ജ്യോതിയെ DK ഒരിക്കലും വെറുത്തിട്ടില്ല. സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ അത് ഉള്ളിലുണ്ട്. അതിന്റെ നടപ്പാ ദേ ബാൽക്കണിയിൽ നടക്കുന്നത്. ഇത്ര നേരമായിട്ട് ആ ഹിറ്റ്ലർ ഒന്ന് വിളിച്ചു ചോദിച്ചു പോലും ഇല്ലല്ലോ. പരമദുഷ്ടൻ. ഒരു കൊല്ലം കൂടെ താമസിച്ചവളല്ലേ ഞാൻ. ചോറും കറിയും ഉണ്ടാക്കി കൊടുത്തവളല്ലേ. ആ മൂർത്തി പടക്കം പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയപ്പോ ഞാൻ അച്ഛൻ അഴിച്ചു വിട്ടത്. കുത്തുകൊണ്ട് വയ്യാതെ കിടന്നപ്പോഴും പനി പിടിച്ചു കിടന്നപ്പോഴും ഞാനല്ലേ നോക്കിയത്. ഇത്രയും നാളും കൂടെ ജീവിച്ചവളല്ലേ. ഒരു താലി കെട്ടിയത് ഇപ്പോഴും എന്റെ കഴുത്തിൽ കിടപ്പില്ല. എന്നിട്ടും ഈ ചിന്തയൊന്നും ആ കുശിനിക്കാരനില്ലാതെ പോയല്ലോ എന്റെ ദൈവമേ. കഴിച്ചോ, ഉറങ്ങിയോ, വിഷമമുണ്ടോ എന്നൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചാ ഇയാളുടെ കൈ കിടക്കുന്ന വളയൊന്ന് ഊരി പോവോ. ദുഷ്ട. എന്റെ ചിത്രേച്ചി, ഇവിടെ ഏട്ടനോടുള്ള സ്നേഹം ദേഷ്യമായിട്ട് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുക. രണ്ടാളുടെ ഉള്ളില് പരസ്പരം നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? എല്ലാം കൈവിട്ടു പോകുന്നായപ്പോ ദൂരെ നിന്ന് വേദനിക്കുന്നു. ഇതിനൊക്കെ എന്താ പറയാ? രണ്ടുപേർക്കും പിരിയണമെന്നില്ല, പക്ഷെ സാഹചര്യം അവരെ രണ്ടാക്കുകയും ചെയ്തു. ചേച്ചതേ അകത്തേക്ക് പോയി. DK നടപ്പ് മതിയാക്കിയെന്നാ തോന്നുന്നത്. ഞാൻ ഇപ്പൊ വിളിക്കാവേ. ശരി ചിത്രേച്ചി, ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ. ഓക്കെ. ഇനി മേലിൽ എന്റെ കൺമുമ്പിൽ ഞാൻ വന്നാണ്ടല്ലോ, അഹങ്കാരി. എന്തുവാ ചേച്ചി? ഓ, ഭർത്താവിനെ കാണാതെ ഉറക്കം വരുന്നില്ലല്ലേ? പിന്നെ ഒരു ഭർത്താവ്. ഞാൻ അവിടുന്ന് പോന്നിട്ട് ഇത്രയും നേരമായി. ഒന്ന് വിളിച്ചന്വേഷിച്ചോ?
ദുഷ്ടൻ. അല്ല, ചേച്ചിക്ക് വിളിക്കായിരുന്നില്ലേ? പിന്നെ എന്റെ പട്ടി വിളിക്കും. ഓഹോ, അതേതാ ചേച്ചി അങ്ങനെ സംസാരിക്കുന്ന പട്ടി? മോളെ ചുമ്മാ എന്നോട് വഴക്കിന് വരില്ലേ? എനിക്ക് അല്ലെങ്കിൽ തന്നെ ദേഷ്യം കൊണ്ട് കണ്ണു കാണാതിരിക്കോ? അതിന്റെ ഇടയിൽ കൂടെ. അതെ, ചേച്ചിക്ക് മാത്രല്ല, DKക്ക് ഉറക്കം വന്നിട്ടില്ല. അവിടെ ഈ നടപ്പ് തന്നെയാ. ആര് പറഞ്ഞു? പറയടി, ഹിറ്റ്ലർ ഉറങ്ങിയില്ലേ? വേണേ വിളിച്ച് അന്വേഷിക്കും. പറയാനേ എനിക്കിപ്പോ മനസ്സില്ല.